ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഓംലെറ്റ് തയ്യാറാക്കിയാലോ. ക്യാബേജൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർക്കാം. ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിയേക്കാം, പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഓംലെറ്റ് കഴിക്കുമ്പോൾ അതിൽ ക്യാബേജിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയൊന്നും ചെയ്യില്ല. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മൈദ ചേർക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എല്ലാ സൈഡിലേക്കും. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബൗൾ മാറ്റിയിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് പരത്തിയെടുക്കാം. എല്ലാ സൈഡിലേക്കും ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കണം. അപ്പോൾ ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വേണം. ഒരു 5-6 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 6 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓംലെറ്റ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 5-6 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും ക്യാബേജും മൈദയൊക്കെ വെന്ത് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഓംലെറ്റ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്നത്. വീണ്ടും 6 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓംലെറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണണ്ടേ ഇതിൻ്റെ മറ്റേ സൈഡ് എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഓംലെറ്റ്. ഈ ഒരു ഓംലെറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇത് മാത്രം കഴിക്കാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ക്യാബേജൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ക്യാബേജ് ആണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാവുകയും ചെയ്യില്ല, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്